നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അടുത്ത ഏതാനും മണിക്കൂറുകൾ ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ചേക്കാം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധമേഘങ്ങൾ വീണ്ടും കനക്കുന്നു. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ അതിവേഗം ശക്തമാകുമ്പോൾ ഇറാനും അതേ ശക്തിയിൽ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ജാഗ്രതയിലാണ്. എണ്ണ വിപണി ആശങ്കയിൽ. ലക്ഷക്കണക്കിന് മലയാളികൾ ആശങ്കയിൽ തന്നെ. എപ്പോൾ വേണമെങ്കിലും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. കാരണം ഇറാൻ ഇപ്പോൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. യുദ്ധം ഞങ്ങളുടെ മണ്ണിൽ മാത്രമായി നടക്കില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും അതിൻ്റെ വില നൽകേണ്ടി വരും. ഇതാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മുന്നറിയിപ്പ്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിൽ പലതും ഗൾഫ് മേഖലയിലാണ്. ബഹ്റൈനിൽ അമേരിക്കയുടെ 5th ഫ്ലീറ്റ്, കുവൈറ്റിൽ വലിയ സൈനിക വിന്യാസം, ഖത്തർ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലും അമേരിക്കൻ സാന്നിധ്യമുണ്ട്. ഈ കേന്ദ്രങ്ങളാണ് ഇറാന്റെ കണക്കിൽ അമേരിക്കയുടെ ശക്തിയുടെ അടിത്തറ. അതുകൊണ്ട് തന്നെ യുദ്ധം വ്യാപിച്ചാൽ ഈ താവളങ്ങൾ കൂടുതൽ ആക്രമണ ഭീഷണി നേരിടുമെന്നാണ് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബാംഗങ്ങൾക്കും നേരെ പരസ്യമായ വധഭീഷണിയുമായി ഇറാൻ എത്തിയിരുന്നു. US പതാക പതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ട്രംപിന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ കൂറ്റൻ ബാനറാണ് സെൻട്രൽ ടെഹ്റാനിൽ ഇറാൻ അധികൃതർ സ്ഥാപിച്ചിരിക്കുന്നത്. കത്തിയമരുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിലാണ് വിവാദ ബോർഡ് ഉയർന്നിട്ടുള്ളത്. ട്രംപിനെ കൂടാതെ പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാൻക, ഡോൺ ജൂനിയർ, എറിക് ടിഫാനി, ബാരൺ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളും ബാനറിലുണ്ട്. പേർഷ്യൻ ഭാഷയിൽ ചോരയ്ക്ക് ചോര എന്ന ഭീതിജനകമായ മുദ്രാവാക്യവും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഇത്തരമൊരു ബോർഡ് സ്ഥാപിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിൽ ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന രീതിയിലുള്ള മറ്റൊരു ബോർഡും ഇറാൻ സ്ഥാപിച്ചിരുന്നു. വസ്ത്രധാരണം അലങ്കോലപ്പെട്ട് കൈകൾ ചുവന്ന ടൈക്ക് മുകളിൽ വെച്ച് ശവപ്പെട്ടിയിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ട്രംപിന്റെ ചിത്രമായിരുന്നു അത്. ഇറാന് നേരെ US സൈന്യം വൻതോതിൽ ബോംബാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ പുതുതായി ആരംഭിച്ച ആക്രമണ പരമ്പരയുടെ തുടർച്ചയായ 7ാമത്തെ രാത്രിയാണ് US ഇപ്പോൾ ആക്രമണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ USന്റെ സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി നടത്തുന്ന ആക്രമണ പരമ്പരയ്ക്കുള്ള ശക്തമായ തിരിച്ചടിയായാണ് ഈ നടപടിയെന്ന് US വ്യക്തമാക്കി. US സൈനിക നീക്കത്തിനെതിരെ അതീവ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വാരാന്ത്യത്തിലും അമേരിക്ക കടുത്ത ബോംബാക്രമണം തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ US സേന നേരിടേണ്ടി വരിക ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക ആക്രമണമായിരിക്കുമെന്ന് ഇറാന്റെ ഉന്നത സൈനിക ഉപദേശകൻ പരസ്യമായി മുന്നറിയിപ്പ് നൽകി. ജോർദാനിൽ ഇറാൻ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരു സൈനികനെ കാണാതാവുകയും ചെയ്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിലും അപായ സൈറണുകൾ മുഴങ്ങുന്നു. തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ വൈദ്യുതി ശുദ്ധീകരണ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടതായി കുവൈറ്റ് ആരോപിച്ചു. ജോർദാൻ വ്യോമാതിർത്തിയിലേക്ക് എത്തിയ 10 ഇറാനിയൻ മിസൈലുകൾ ഒറ്റ രാത്രി കൊണ്ട് തടഞ്ഞതായി ജോർദാൻ സൈന്യം അറിയിച്ചു. അതേസമയം ജോർദാനിലെ അസ്രാഖിലുള്ള US താവളത്തിനു നേരെ ആക്രമണം നടത്തിയെന്നും നിരവധി വിമാനങ്ങൾ തകർത്തതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. കൂടാതെ കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാനിലെ സപ്പോർട്ട് സെന്ററിനും അലി അൽ സലേം വ്യോമതാവളത്തിലെ റഡാർ സംവിധാനത്തിനും നേരെ ആക്രമണം നടത്തിയതായും ഇറാൻ വ്യക്തമാക്കി. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുവൈറ്റിലെ എണ്ണ ഉൽപാദന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായതായും കുവൈറ്റ് ഭരണകൂടം അറിയിച്ചു. തുടർന്നുണ്ടായ തീപിടുത്തം അണയ്ക്കുന്നതിനിടയിൽ അഗ്നിശമന സേനാംഗങ്ങൾക്കും ഒരു തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഡ്രോൺ മിസൈൽ ആക്രമണ സാധ്യത മുൻനിർത്തി ബഹ്റൈൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും വ്യോമാക്രമണ സൈറണുകൾ മുഴക്കുകയും ചെയ്തു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കടുത്ത യുദ്ധക്കുറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു. അത്യാവശ്യ സേവന കേന്ദ്രങ്ങൾക്ക് നേരെ ആവർത്തിച്ചുണ്ടാകുന്ന ആക്രമണങ്ങൾ സിവിലിയന്മാരെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു. അതേസമയം ഇസ്രയേൽ മണ്ണിൽ ഉൾപ്പെടെ US വ്യോമസേന തങ്ങളുടെ സന്നാഹങ്ങൾ ഇരട്ടിയാക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയൊരു സൈനിക നീക്കത്തിന് മുതിരുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തി. ടെല്ലവീവിന് സമീപമുള്ള ബെൻഗൂരിയോൺ വിമാനത്താവളത്തിൽ നിന്ന് മാത്രം അമേരിക്ക ഇപ്പോൾ 30ഓളം റീഫ്യൂവലിംഗ് വിമാനങ്ങൾ പറത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്.
ഈ താവളങ്ങളിലേക്ക് ഡസൻ കണക്കിന് പുതിയ വിമാനങ്ങൾ കൂടി അധികമായി എത്തിക്കാനാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കുക മാത്രമാണോ? അല്ലെങ്കിൽ ടെഹ്റാനിലെ ഭരണകൂടത്തെ തന്നെ ദുർബലപ്പെടുത്തുകയാണോ? കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയുടെ ആക്രമണ രീതിയിൽ വലിയ മാറ്റമാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ ആക്രമണം സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ, മിസൈൽ ലോഞ്ച് കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണ സൗകര്യങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, സൈനിക സംഭരണ കേന്ദ്രങ്ങൾ. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇത് വെറും പ്രതികാര ആക്രമണമല്ല. ഇറാന്റെ സൈനിക ശേഷി ദീർഘകാലത്തേക്ക് കുറയ്ക്കാനുള്ള ശ്രമം കൂടിയാകാം. ട്രംപ് വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് പല പ്രസംഗങ്ങളിലും ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ട്: ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ പാടില്ല. ഇതാണ് അമേരിക്കയുടെ ഔദ്യോഗിക നിലപാടും. എന്നാൽ ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല. 10,000-കണക്കിന് മിസൈലുകൾ, ഡ്രോൺ സാങ്കേതികവിദ്യ, പ്രാദേശിക സായുധ സംഘങ്ങൾ, ഭൂഗർഭ സൈനിക കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഇറാന്റെ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. അതിനാൽ ഏതാനും വ്യോമാക്രമണങ്ങൾ കൊണ്ട് ഇറാനെ പൂർണ്ണമായി ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. ഇവിടെയാണ് റഷ്യയുടെ ഇടപെടലും ചർച്ചയാകുന്നത്. റഷ്യ നേരിട്ട് അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിലിറങ്ങും എന്നതിന് നിലവിൽ സ്ഥിരീകരിച്ച സൂചനകൾ ഒന്നും തന്നെയില്ല. എന്നാൽ റഷ്യ നയതന്ത്ര പിന്തുണയും ചില മേഖലകളിലെ സഹകരണവും നൽകാൻ സാധ്യതയുണ്ടെന്നാണ് പല വിശകലനക്കാരും പറയുന്നത്. ഇതേസമയം ചൈനയുടെ നിലപാട് നിർണായകമാണ്. ചൈനയുടെ പ്രധാന ആശങ്ക യുദ്ധമല്ല, വ്യാപാരമാണ്, എണ്ണയാണ്, ആഗോള സാമ്പത്തിക സ്ഥിരതയാണ്. അതുകൊണ്ട് തന്നെ ചൈന പൊതുവെ സംഘർഷം കുറയ്ക്കാനും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനും ആവശ്യപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതേസമയം അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കാതിരിക്കാനും ചൈന ശ്രദ്ധിക്കും എന്ന വിലയിരുത്തലുകളും വരുന്നു. ഇതിനിടയിൽ ഇന്ത്യ വളരെ സൂക്ഷ്മമായ നിലപാടിലാണ്. ഒരു വശത്ത് അമേരിക്ക ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയാണ്. മറ്റൊരു വശത്ത് ഇറാനുമായും ഇന്ത്യക്ക് ദീർഘകാല ബന്ധമുണ്ട്. കൂടാതെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയും ഗൾഫിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെയും സുരക്ഷയും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാന മുൻഗണന സംഘർഷം കുറയ്ക്കുക എന്നതാണ്. ഇപ്പോൾ ലോകം ഒരു നിർണായക വഴിത്തിരിവിലാണ്. അമേരിക്ക സൈനിക സമ്മർദ്ദം തുടരുന്നു. ഇറാൻ പിന്നോട്ടില്ലെന്ന് പറയുന്നു. റഷ്യയും ചൈനയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. എന്നാൽ ഇനി യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇറാന്റെ അടുത്ത ആക്രമണം എവിടെയാകും? അമേരിക്കയുടെ തിരിച്ചടി എത്ര ശക്തമായിരിക്കും? അമേരിക്ക ഇതിനോടകം തന്നെ ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനയുടെ ശക്തിയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ദീർഘദൂര മിസൈലുകൾ, വിമാനവാഹിനി കപ്പലുകൾ എന്നിവ ഉപയോഗിക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ തുടരുകയാണ്. ഇതിനിടെ ഇറാനും സ്വന്തം മിസൈൽ ശേഖരവും ഡ്രോൺ ശേഷിയും കൂടുതൽ ശക്തമാക്കുന്നു. രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളും വലിയ ആശങ്കയിൽ തന്നെ. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും മലയാളികളും ജോലി ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം സാധാരണ ജനങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക ഉയരുന്നു. ഇതേസമയം എണ്ണവിലയും ആഗോള സമ്പദ് വ്യവസ്ഥയും വലിയ സമ്മർദ്ദത്തിലാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തിൻ്റെ വലിയൊരു ശതമാനം എണ്ണയാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഈ വഴി തടസ്സപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ പ്രതിഫലനം ഭക്ഷ്യവില മുതൽ വിമാനയാത്ര വരെ അനുഭവപ്പെടാം. ഹോർമുസ് കടലിടുക്കിന് സമീപമുണ്ടായിരുന്ന തങ്ങളുടെ തന്ത്രപ്രധാനമായ ഒരു നിരീക്ഷണ ഗോപുരം US സൈന്യം തകർത്തതിലുള്ള പ്രതികാരമാണ് ഇറാൻ ഇപ്പോൾ. ഇതിന് പകരമായി പ്രധാനപ്പെട്ട പല തുറമുഖങ്ങൾക്കും നേരെ കനത്ത ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതായി ഫാഴ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇരുവിഭാഗവും ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷം ഏതു നിമിഷവും ഒരു വൻ യുദ്ധത്തിലേക്ക് വഴിമാറാം എന്ന ആശങ്കയിലാണ് സമൂഹം. രാഷ്ട്രീയ തലത്തിലും വലിയ നീക്കങ്ങൾ തുടരുന്നു. റഷ്യയും ചൈനയും സംഘർഷം കൂടുതൽ വഷളാകരുത് എന്ന നിലപാട് ആവർത്തിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഐക്യരാഷ്ട്രസഭയും സമാധാനപരമായ പരിഹാരത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ യുദ്ധഭൂമിയിൽ പലപ്പോഴും നയതന്ത്രത്തെക്കാൾ വേഗത്തിൽ സംസാരിക്കുന്നത് ആയുധങ്ങളാണ്. ഒരു ചെറിയ കണക്കുപിഴവ്, ഒരു തെറ്റായ ആക്രമണം, അല്ലെങ്കിൽ ഒരു വലിയ പ്രതികാര നടപടി, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ. മലയാളി വാർത്ത ഇൻസൈറ്റ്.